അല്ലാഹു പറയുകയാ വയദുഊനനാ റഗബൻ വറഹബാ. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? ആ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ, അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും പടച്ചവന് എന്ത് വലിയ തല പോകുന്ന വിഷയം വന്നാലും അവർ പടച്ചവന്റെ മുമ്പിൽ കൈനീട്ടുന്നവരാണ്. അവർ പ്രതീക്ഷ കൈവിടാത്തവരാണ്. അവർക്കൊരിക്കലും പ്രതീക്ഷ കൈവിടാറില്ലടോ. അവർക്കറിയാം അവരുടെ റബ്ബ് സഹായിക്കുമെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടൂല. ആരൊക്കെ എന്നെ ഒഴിവാക്കിയാലും എന്റെ റബ്ബെന്നെ ഒഴിവാക്കൂല. എന്റെ ഉമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാ. വയദുഊനനാ റഗബൻ വറഹബാ. ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തു പ്രയാസം വന്നാലും എന്ത് വിഷയം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യൂലേ? നിങ്ങളും ദുആ ചെയ്യില്ലേ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി ചിന്തിക്കുകയാണ്, ഉസ്താദേ ഞാനും ദുആ ചെയ്യാറുണ്ട്. പെങ്ങള് ചിന്തിക്കുന്നത് ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എങ്ങനെ ദുആ ചെയ്യുന്നവരാണെന്നറിയുമോ? നമ്മുടെ ദുആ കണ്ടാൽ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. നമ്മൾ ദുആ ചെയ്യുന്നത് കണ്ടാൽ ഇബ്ലീസിന് പോലും കോമഡി തോന്നുകയാണ്. നമ്മുടെ ദുആയല്ല, നമ്മുടെ ദുആയല്ല, നമ്മൾ ഷോ കാണിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? 40ഉം 50ഉം 60ഉം വയസ്സുള്ള വാപ്പമാരിവിടെ ഇരിക്കുന്നല്ലോ. മുടിയൊക്കെ നരച്ചുപോയ പ്രായം ചെന്ന ഉമ്മ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? നിനക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല, നമുക്ക് ദുആ ചെയ്യാൻ പോലും അറിയില്ല. അല്ലാഹു പറയുകയാണ് വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ വാപ്പായിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ വാപ്പ എവിടെ പോകും? നേരെ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ദുആ ചെയ്യും. വാപ്പാടെ പ്രശ്നം മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പോഴോ കടത്തിനെ പോയിരിക്കും, അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാൻ പോയി. ഇന്നത്തെ അവസ്ഥ ഏതാ? ഇവിടെ പണ്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർ പള്ളിയിൽ പോയി ദുആ ചെയ്യും, തീർന്നു അവിടെ പ്രശ്നം. നമ്മുടെ ഉമ്മമാരെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സിയം മഖാമിലോ ഏതെങ്കിലും മഖാമിൽ പോയിട്ട് ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യും, അവരുടെ പ്രശ്നം തീരുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൈപിടിക്കണ്ടേ ഒന്ന് കാണിച്ചേ. കൈപിടിക്കേണ്ടത് എങ്ങനെ കാക്കാവുന്ന കാണിച്ചേ. പള്ളിയിൽ പോയി നോക്കണം. ഉസ്താദ് ദുആ ചെയ്യണ സമയത്ത് തളർത്തി ഇങ്ങനെ ഇട്ടിരിക്കുക, വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്. ഇങ്ങനെ ഇരിക്കണേ. മോഹൻലാൽ ഫാൻസിക്കാരനാ, ഇടത് സൈഡാ, ഇങ്ങനെ ഇരിക്കണേ. വേണമെങ്കിൽ തന്നാ മതി പടച്ചവനെ. ദുആ ചെയ്യുന്ന സമയത്തൊന്ന് കൈ പിടിക്കാൻ നമുക്ക് വയ്യ. സദ്യ ഉണ്ണുന്നവനെ പോലെ ഇരിക്കുന്ന ഇല ഇട്ടിട്ട് വെട്ടി വിഴുങ്ങാൻ ഇങ്ങനെ ചമ്മണം കൂട്ടി ഇരിക്കാൻ പോലും നമുക്ക് അറിയണില്ല. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ആമീനിന്റെ ശബ്ദമൊക്കെ വള്ളിയിലുണ്ടോ? പാപ്പാടെ വായി നോക്കണം, നാക്കുവല്ലോ ഉണ്ടോ അല്ലാഹ്. പൊതുയോഗത്തിൽ പോണം, അപ്പൊ അറിയാം പാപ്പായ്ക്ക് നാവുണ്ടോന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും എന്റെയും നിങ്ങളുടെയും നാവ് പൊങ്ങാറില്ല. എന്നാ ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹ് തന്നെ പറയുന്നു, പെങ്ങളെ, അല്ലാഹ്
അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ആ ഫിർദൗസിന്റെ അവകാശികളുടെ ദുആ അല്ലാഹു ഖുർആനിൽ തന്നെ പറയുകയാണ്. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ച് കാണാൻ പോകുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വരുമ്പോ പേടിച്ചു ഓടുകയാണ്. കാരണം പേടിയാണ്. ആ തിരമാലയുടെ ഉള്ളിൽ വീണുപോയാൽ രക്ഷപ്പെടാൻ കഴിയില്ലടോ. അതുകൊണ്ട് നമ്മൾ പേടിച്ചു മാറുന്നവരാണ്. എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? കടലിന്റെ ഉള്ളിലേക്ക് പോകണം സഹോദരാ. പോകും തോറും വല്ലാത്ത ആഴമാണ്. നടുകടലിലെങ്ങാനും ഒരു മനുഷ്യൻ വീണുപോയാൽ, ഈ വയലുകൾ കാമെന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നടുകടലിൽ കൊണ്ടുപോയിട്ട് ഞാനെങ്ങാനും വെള്ളത്തിലേക്കിട്ടാ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? എത്ര നീന്തൽ അറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ വഴിയില്ല പെങ്ങളെ. ആ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിലെ ഏറ്റവും വലിയ മത്സ്യമാണ്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരന് ആ മീനെങ്ങാനും വിഴുങ്ങിയ സുബ്ഹാനല്ലാഹ് പറവങ്ങളെ രക്ഷപ്പെടുമോ? തിമിംഗലം എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യനെ വിഴുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്? മീനിന്റെ വയറ്റിലാണ്, കടലിന്റെ അടിയിലാണ്. സാധാരണ മീനല്ല, ഏറ്റവും വലിയ തിമിംഗലമാണ്. എന്നാ നിങ്ങൾ ഖുർആൻ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മോനെ, KGF-ന്റെ കഥയല്ലടാ, എമ്പുരാന്റെ കഥയല്ലടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബി കടലിന്റെ വെള്ളത്തിന്റെ അകത്തിങ്ങനെ മുങ്ങുമ്പോ തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി മീനിന്റെ വയറിനകത്ത് കിടക്കുകയാണ്. പറമോനെ, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പറ ചെറുപ്പക്കാരാ, പറപെങ്ങള്. കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുന്ന യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ രക്ഷപ്പെടുത്താൻ ആർക്കാ മക്കളെ കഴിയുക? ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അറിയാം എന്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്. ആരൊക്കെ കൈവിട്ടാലും എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് യൂനുസ് നബിക്കറിയാ. ആ ഏതെല്ലാം വാതിലടഞ്ഞാലും ഒരു വാതിൽ റബ്ബ് തുറക്കുമെന്ന് യൂനുസിനറിയാ. ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാ. വനാദാ ഫിൽലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കടന്നാ വിളിച്ചതെന്നറിയുമോ? കടലിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന, കടലിലെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗലത്തിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് വിളിക്കുന്നു. വനാദാ ഫിൽലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ചെറുപ്പക്കാരാ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ യൂനുസ് നബിയെ ആ മീൻ തന്നെ കരയിലേക്ക് കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ വാപ്പാ, ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഉമ്മമാരെ, നിന്റെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താ അല്ലാഹു വെറും കയ്യോടെ മടക്കൂല. ഇങ്ങനെ ദുആ ചെയ്താ എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്ന് പറയുന്ന വിശ്വാസമുണ്ടല്ലോ. വയദുഊനനാ റഗബൻ വറഹബാ. ഇങ്ങനെ
എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാണ്, ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഏതാണെന്നറിയുമോ? ഈ ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയുമോ? നിരാശയാടോ, നിരാശയാണ്. ആർക്കും അല്ലാഹുവിനെ വിശ്വാസമില്ല. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിരാശയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്, താത്താമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കും. നീ മുമ്പോട്ട് കയറിയിരുന്ന ആ പുറകിലിരിക്കുന്ന ഉമ്മ നനയാതെ ഇരിക്കും. ഒന്ന് മുമ്പോട്ട് കയറിക്ക്. തിരിഞ്ഞു നോക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു നോക്കല്ലേ. ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയുള്ള അവസ്ഥ അറിയാലോ. മുമ്പോട്ട് കയറിക്കും. അൽഹംദുലില്ലാ, മഴ പെയ്തു. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ, ഇനി ആരും ഇറങ്ങി ഓടത്തില്ലല്ലോ. ഇത്രയും നേരം പറഞ്ഞ കാക്ക കേറ്, കാക്ക കേറ്, കാക്ക. മഴ പെയ്തപ്പോ കാക്ക തന്നെ കേറി. അല്ലാഹു ആ കാക്കയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. കേറ് കേറ് കേറ്, എല്ലാം കേറിക്കോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. മഴ പെയ്താൽ ഞാൻ സന്തോഷത്തില്ല. കാരണം എന്തേ? മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നിരാശയാ. എനിക്ക് രോഗമായി, ഇനി മാറത്തില്ല. എല്ലാ മരുന്നും കഴിച്ചു, ഇനി മാറൂല. എത്ര കാലമായി പടച്ചവനെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന, രോഗം മാറ്റിത്തരാം, അള്ളാഹ് മാറ്റി തരുന്നില്ല, ഇനിയിപ്പോ പോട്ടെ, അനുഭവിക്കാം. എത്ര കാലമായി പടച്ചവനെ ഒരു വീട് ചോദിച്ചിട്ട് അള്ളാഹ് വീട് തരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി, 10-20 കൊല്ലമായി, മക്കളെ റബ്ബ് തരുന്നില്ല, ഇനി തീർന്നു. ഭാര്യ പറയുകയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇക്കാടെ കുഴപ്പമാ. അങ്ങനെ ഭാര്യ പറയുന്നു, മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവിന്റെ അവസ്ഥ ആലോചിക്കേ. പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു അത്ര, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മരുമോന്റെ കുഴപ്പമാ, ഇക്കാടെ കുഴപ്പം, അദ്ദേഹത്തിന് കൗണ്ടിങ് ഇല്ല, ജീവനില്ല. അതാ പറയാ. ഭർത്താവ് പറയുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്കാ കുഴപ്പം, അവൾക്ക് പീരീഡ്സ് നേരെയാകുന്നില്ല, എന്തോ അതാണ് മറ്റേതാണ് മറിച്ചതാണ്. പിന്നെ പ്രായമായില്ലേ, 10, 35, 40 വയസ്സായി, ഇനി എങ്ങനെ മക്കളുണ്ടാവും, തീർന്നു. പെണ്ണ് പറയുന്നു ഭർത്താവിന്റെ കുഴപ്പം, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളില്ല, ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? നബി തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരുടെ കുഴപ്പം? ആയിഷയുടെ കുഴപ്പമോ നബി തങ്ങളുടെ കുഴപ്പമോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിന്റെ രോഗം മാറ്റാൻ അള്ളാഹിക്ക് പറ്റത്തില്ലേ? എടാ, പച്ചവെള്ളം കുടിച്ചാൽ മതി രോഗം മാറാൻ. അല്ല വിചാരിച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി, നിന്റെ രോഗം മാറും. ഒറ്റ ദിവസം കൊണ്ട് നിന്നെ സമ്പന്നനാക്കാൻ അള്ളാഹിക്ക് കഴിവുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനാക്കാൻ നിന്റെ അള്ളാഹിക്ക് കഴിയില്ലേ? നിനക്ക് മക്കളെ തരാൻ അള്ളാഹിന് കഴിയില്ലേ? നിനക്ക് വീട് തരാൻ അള്ളാഹിന് കഴിയില്ലേ? നീ കഴിയത്തില്ല എന്ന് പറയുന്നത്. നിരാശ പാടില്ലടോ, നിരാശ വൻഭാവമാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിരാശ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രതീക്ഷ വേണം. എന്റെ റബ്ബ് എനിക്ക് തരും. മക്കളില്ലാത്തവരോട്, കഷ്ടപ്പെടുന്നവരോട് ഞാൻ പറയുന്നു, നീ ഒരിക്കലെങ്കിലും ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറൂലേ? ഞാൻ പറയുന്നത്, ഒരിക്കലെങ്കിലും ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട രീതിയിൽ ഒരിക്കലെങ്കിലും നീ ദുആ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രയാസം മാറിയേനെ, നിന്റെ ബുദ്ധിമുട്ട് മാറിയേനെ, നിനക്ക് മക്കൾ അല്ലാഹു തന്നേനെ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചോദിക്കുമ്പോ പ്രതീക്ഷയില്ല? എങ്ങനാ ദുആ ചെയ്യണ്ടേ? എങ്ങനാ ദുആ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അല്ലാഹു പറയുകയാ. അല്ല തന്നെ പറയുകയാ, സിറാജ് പറഞ്ഞതല്ല. വയദുഊനനാ റഗബൻ വറഹബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ പ്രയാസങ്ങളുമായി നടക്കുന്നവര്, എപ്പോഴും സങ്കടത്തോടെ നടക്കുന്ന ഉമ്മ, നിനക്ക് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാ. നിന്റെ റബ്ബാരാണെന്നറിയുമോ? നമ്മുടെ റബ്ബാരാണെന്നറിയുമോ? ആ റബ്ബിന് കഴിയാത്തതൊന്നുമില്ലടോ. നിങ്ങളെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിന്റെ അകത്ത് മറിയമെന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുകയാണ്. മറിയമെന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. എങ്ങനെയാണ് മറിയം പള്ളിക്കകത്ത് പോയത്? ജുമാ നിസ്കാരിക്കാൻ പോയതല്ല. ആ മറിയം എങ്ങനെയാണ് പള്ളിക്കകത്ത് പോയതെന്നറിയുമോ? ഈസാ നബിയുടെ ഉമ്മയാണ്. മറിയമിന്റെ ഉമ്മ ഗർഭിണിയായപ്പോ അല്ലാഹുവേ, അവിടെന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, എന്റെ മോനെ പള്ളിക്ക് കൊടുത്തേക്കാമല്ലാ. അങ്ങനെ പടച്ചവനെ നേർച്ച ചെയ്യുകയാണ്. പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പറഞ്ഞ നേർച്ച പാലിച്ചു പെങ്ങള്. പള്ളിയിൽ
കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിയിലെ ഇമാം ആരാണെന്നറിയുമോ? മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം. സക്കരിയാ നബിയാണ് പള്ളിയിലെ ഇമാമ്. അല്ലാഹുവേ, ആ പള്ളിയിലെ ഇമാമാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന പൊന്നുമോള് പഴം തിന്നുകയാണ്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല, അത് സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. പടച്ചവനെ, ആ പഴത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയം ഇരുന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയാ നബിക്ക് അത്ഭുതമായി. അല്ലാഹുവേ, പടച്ചവനെ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ, ഓരോ പഴത്തിനും സീസൺ ഉണ്ടടോ. ആ സമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നു, മോളെ മറിയമേ, ഈ പഴം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മറിയമിന്റെ മറുപടി എന്തെന്നറിയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോട് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ സക്കരിയാ നബിയോട് പറയുന്നു, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എന്റെ റബ്ബനിക്ക് തന്നതാ, എന്റെ റബ്ബനിക്ക് തന്നതാ. അല്ലാഹുവേ, ആരാ സക്കരിയാ നബി എന്നറിയുമോ? കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി മക്കളില്ലാതെ സങ്കടത്തോടെ നടക്കുന്ന പ്രവാചകരാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന പ്രവാചകനാണ്. വൃദ്ധനായ പ്രവാചകനാണ്, പ്രായം ചെന്ന പ്രവാചകനാണ്. പെങ്ങളെ കേൾക്കണേ മോളെ, 30 40 50 60 70 80 100 വയസ്സ് കഴിഞ്ഞുമ്മാ, 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തന്റെ കൈകൾ ഉയർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, പ്രായമായി റബ്ബേ, ഞാൻ വൃദ്ധനാണല്ലാ, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി റബ്ബേ, എനിക്കിതുവരെ സന്താനമായിട്ടില്ല, എനിക്കിതുവരെ മക്കളുണ്ടായിട്ടില്ല. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. എനിക്ക് പ്രായമായ അല്ലാഹ്, എല്ലുകൾ പൊടിയുന്നു അല്ലാഹ്. പടച്ചവനെ, എല്ലിൽ നിന്ന് എന്റെ തൊലികൾ പോലും വിട്ടിരിക്കുന്നു പടച്ചവനെ. എനിക്കും മക്കളില്ല തമ്പുരാനെ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഉമ്മാ, സക്കരിയാ നബിയുടെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. പെങ്ങള് അല്ലാഹുവിനോട് പറയുകയാ, വകാലത്ത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാ അല്ലാഹ്, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാ അല്ലാഹ്. പെങ്ങളെ, 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിന് മക്കൾ എങ്ങനെ ഉണ്ടാകാനാണ്? അല്ലാഹുവേ, സക്കരിയാ നബി അല്ലാഹുവോട് പറയുകയാ, എനിക്ക് പ്രായമായി, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, നിങ്ങൾക്ക് മക്കളില്ല തമ്പുരാന്. പക്ഷേ നാഥാ, നിനക്ക് പവറുണ്ടല്ലാ, നിനക്ക് കഴിയും പടച്ചവര്, നിനക്ക് കഴിയും പടച്ചവര്. എനിക്കൊരു മോനെ തരാറ്, എനിക്കൊരു കുഞ്ഞിനെ തരാറ് നിനക്ക് കഴിയുമല്ലാ. അതുകൊണ്ട് റബ്ബേ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. എന്തൊരു പ്രതീക്ഷ എന്നറിയുവോ, എന്തൊരു പ്രതീക്ഷ എന്നറിയുവോ? വയസ്സാം കാലത്ത് ഒരു റബ്ബിനോട്, വയസ്സാം കാലത്ത് ഒരു നബി അല്ലാഹുവോട് പറയുകയാ, എനിക്കൊരു മോനെ വേണം തമ്പുരാനെ, തന്നേ പറ്റുപടച്ചവന്. നിനക്ക് പവറുണ്ട് തമ്പുരാനെ, നിനക്കതിനുള്ള കഴിവുണ്ട് തമ്പുരാനെ. അല്ലാഹുവിനോടൊരു മകനെ വേണമെന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു. പെങ്ങളെ, അല്ലാഹ് എങ്ങനെയാണ്? വൈദാ
സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അല്ലാഹ് പറഞ്ഞത് അല്ലാഹുവോട് ചോദിക്കാനാ. ചോദിച്ചാ തരും പെങ്ങള്. അല്ലാഹുവിന് കഴിയാത്തതൊന്നുമില്ല. അല്ലാഹുവിന് ലോകത്ത് കഴിയാത്തതൊന്നുമില്ല. ഒരു അല്ലാഹുവിന് തരാൻ ഒരു തടസ്സവുമില്ല. അല്ലാഹുവോട് പറഞ്ഞു എനിക്കൊരു മോനെ വേണമെന്ന്. അല്ലാഹ് കൊടുത്ത മകൻ ആരാണെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം. മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ, മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ. ആ യഹ്യാ എന്ന പേരിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അത് അല്ലാഹ് വെച്ച പേരാണ്. അല്ലാഹ് വെച്ച പേരാണ് യഹ്യാ. ലോകത്ത് ഒരാൾക്കും അതിനു മുമ്പ് യഹ്യാ എന്ന് പേരില്ല. അല്ലാഹു വെച്ച പേരാണ് യഹ്യാ. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. റബ്ബേ, യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചാൽ ഏതൊരു മനുഷ്യനും കരയുമടോ, ഏതൊരു മനുഷ്യനും കരയുമടോ. കരയാതെ യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യഹ്യാ നബി. സുജൂദിൽ വീണാൽ ദിവസങ്ങളോളം കിടക്കുമായിരുന്നു. യഹ്യാ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു പെങ്ങള്. അതുപോലെ കരഞ്ഞിരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കണ്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. അല്ലാഹു ആര് കൈവിട്ടാലും നമ്മളെ കൈവിടൂല. അതുകൊണ്ട് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശികളുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ദുആ ചെയ്യും. എടോ, വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ നബി 90 വയസ്സ് കഴിഞ്ഞ തന്റെ ഭാര്യ പ്രസവിക്കുവോ? ആ പ്രവാചകനാണ് അള്ളാഹുടെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു, തൻ്റെ അവസ്ഥ പറഞ്ഞു. എന്നിട്ട് അള്ളാഹിനോട് പറയാ, നിനക്ക് പറ്റൂ ഒരു കുഞ്ഞിനെ തരാ, നീ തന്നേ പറ്റൂ പടച്ചവനെ. ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുന്നെന്താ? ഒരിക്കൽ ഹസൻ ബസ്രി തങ്ങള് കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത പ്രയാസവാ, ദുആ ചെയ്യണം. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? വെള്ളം വേണോ? മഴ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, വെള്ളം കിട്ടും. മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, മഴ കിട്ടും. പൊക്കോളാൻ പറഞ്ഞു. അയാൾ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ വരുന്നുണ്ട്, തങ്ങളെ കച്ചവടമൊക്കെ ആകെ നഷ്ടത്തിലാ, കച്ചവടമൊന്നുമില്ല, വലിയ പ്രയാസത്തിലാ തങ്ങളെ, ഇതപ്പം ഞങ്ങൾ ചെയ്യാം. കച്ചവടം വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞാൽ മതി, കച്ചവടം കിട്ടും. ഓനും പോയി. മൂന്നാമതൊരാൾ വന്നു, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, തങ്ങളെ മക്കളില്ല, വലിയ പ്രയാസത്തിലാ, മക്കളില്ല. അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, മക്കളെ വേണോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് പറഞ്ഞാൽ മതി. ശിഷ്യന്മാര് കിളി പോയതുപോലെ ഇരിക്കുക ഉസ്താദിന്റെ മുമ്പിൽ. ഇതെന്തപ്പ എല്ലാത്തിനും ഒരു മരുന്ന് തന്നെ? മഴയില്ല എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, കച്ചവടമില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്, മക്കളില്ലെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിർ. എല്ലാത്തിനും ഒരു മരുന്ന്. കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, അതെന്താ ഉസ്താദ് അങ്ങനെ? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞതല്ലടാ, അല്ലാഹ് പറഞ്ഞതാ. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, ഇതെല്ലാം കിട്ടുമെന്ന. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പറഞ്ഞാൽ മതി? എന്ത് പറഞ്ഞാൽ മതി? അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അടുക്കളയിൽ ഉപ്പ് തീർന്നു, എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് പറയണം. കാരണം എന്തേ? അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇന്ന് പഠിച്ച അറിവെന്താ? ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയേണ്ട 3 ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നെ പറയേണ്ട ദിക്ർ ഏതാ?
ഇപ്പൊ പഠിച്ച അറിവേതാ? അള്ളാഹു നമുക്ക് പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ.